വശങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടിയിട്ടാണോ അല്ലെങ്കിൽ ഈ മാർഷൽ ആർട്സിനെ പറ്റി കുറച്ച് ജനങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് അറിയണം എന്നുള്ള താല്പര്യം കൊണ്ടാണോ? മാർഷൽ ആർട്സ് പിന്നെ ഈ കഥയുടെ ഭാഗമായിട്ട് വരുന്ന ഇത് മാത്രമേ മാർഷൽ ആർട്സിന്റെ കുറിച്ചുള്ള ആ നല്ല വശങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നുള്ള രീതിയിലല്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ത്രെഡ് അല്ല, സിനിമയുടെ ഒരു ഭാഗം മാത്രം. എങ്ങനെയാണ് സിനിമ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്, മാർച്ചാണ്, ഒരുപാട് പടങ്ങൾ സമയമാണ്. എങ്ങനെയാണ് ഈ ചിത്രം മാർക്കറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടോ? മാർക്കറ്റ് നമ്മുടെ സാധാരണ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ ഇവിടം വരെ യാത്ര ചെയ്ത് എത്തിയത് മുകളിലുള്ള ആരുടെ ഒരു സഹായം കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. അപ്പോൾ ആ ഒരു സഹായം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോൾ നല്ല യാത്രയെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിന് കുറച്ച് നല്ല ആശംസകളൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മെത്രന്മാർ ജോസഫ് പാബ്ലാൻ അച്ഛൻ മെത്രാനൊരു ആശംസ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശൗര്യചക്ര മനേഷ് സാർ, അദ്ദേഹം ഒരു ആശംസ തന്നിട്ടുണ്ട്. അതുപോലെ ഡോൺ ബോസ്കോ പ്രിൻസിപ്പൽ അച്ഛൻ, അത് നമ്മുടെ നാട്ടിലുള്ള ഒരു പിന്നെ CI സർക്കിൾ ഇൻസ്പെക്ടർ ബിനോയ് സാറ്, ജനകീയനായ ഒരു CI ആണ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആശംസ നൽകി ഒരു ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇറങ്ങിപ്പോകുന്നു. അതൊക്കെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ലൂസിഫർ അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ മാർച്ചിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഇത് പ്രതീക്ഷ സക്സസ് ആകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ വരുന്ന ആൾ ഓടും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത്. തിയേറ്ററിൽ നമ്മൾ ഇപ്പം പുതുമുഖങ്ങളാണ്, പുതിയ സംവിധായകനാണ്. അപ്പം നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക, ആൾക്കാർ ആദ്യം തന്നെ പോയി കാണുക എന്നുള്ളത് ഒരു പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അങ്ങനെ സിനിമ കാണുന്ന ആൾക്കാർ. അതുകൊണ്ട് ഈ സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആദ്യം കയറുന്ന ഒരു കുറച്ച് ആൾക്കാർ തിയേറ്ററിലെത്തുക എന്നുള്ളത് അത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് കിടക്കും. തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ടോ? 10-20 തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നുള്ളൂ. കണ്ണൂർ കുറച്ച് കൂടുതലും, ബാക്കിയെല്ലാ ജില്ലകളിലും ഓരോ 1-2 തിയേറ്ററുകൾ. ഈ കണ്ണൂരിലുള്ള ജനങ്ങളെ അവരെ മാത്രം എന്തുകൊണ്ട് ഇതിൽ കാസ്റ്റ് ചെയ്തു? അങ്ങനെയുള്ള വേറെ ആക്ടേഴ്സിനൊന്നും ഒരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള ബജറ്റ് സംവിധാനം നമുക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, വെറും സാധാരണക്കാരായ ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയത്. വലിയ വലിയ ആർട്ടിസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹമില്ലേ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പം മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർക്ക് സ്വപ്നങ്ങൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിനിമയൊക്കെ ഇറങ്ങി, നമ്മുടെ സിനിമകളൊക്കെ ഇറങ്ങി നിങ്ങൾ എല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചൊക്കെ തരുവാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്യാം. ഞാനിപ്പം രണ്ടാമതൊരു സിനിമേൻ്റെ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ അതിശക്തമായൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. എഴുതുമ്പോൾ തൊട്ട് അതിപ്പോൾ അതിൻ്റെ തിരക്കഥ പൂർത്തിയാണ്. മഞ്ജു വാര്യരാണ് അത് ചെയ്യുന്നെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവമായിരിക്കും. അതിനകത്തൊരു അതും കളരി ബന്ധപ്പെട്ട ഒരു അയോധനയുടെ കളരി ബന്ധപ്പെട്ടിട്ടൊരു സംഭവം തന്നെയാണ് എഴുതിയത്. പക്ഷെ നമുക്കവിടെ എത്താൻ സാധിക്കുമോ, ഈ സിനിമ എങ്ങനെ ഉണ്ടാവും, ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമ ചെയ്തു എന്ന് പറയാൻ. അതെ 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 അതെ.